ആ മഹത്തരമായ നമ്മുടെ ജീവിതത്തിൽ ഈശ്വരൻ തരുന്ന ഒരു മനുഷ്യ ജന്മം എന്ന് പറയുന്നത് മഹത്തരമാണ്. എല്ലാവർക്കും കിട്ടുന്ന കാര്യമാണോ? അല്ല, അല്ലേ? അപ്പം ആ മഹത്തരമായ കർമ്മങ്ങളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്നും അവിടെ ഈശ്വരനുള്ള അഥവാ ഈശ്വര ചിന്തയ്ക്കുള്ള പ്രാധാന്യം എന്താണെന്ന് കൂടി ഗുരു ഇവിടെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ആ ഈശ്വരൻ എങ്ങനെയുള്ളവനാണ്? കാലാശ്രയമെന്നായണയുന്നോർക്കനുകൂലൻ ഫാലാക്ഷണധർമ്മിഷ്ഠരിലേറ്റം പ്രതികൂലൻ പാലിക്കണമെന്നെ പരിചോടിന്നു കുളത്തൂർ കോലത്തുകര കോവിലിൽ വാഴും പരമേശൻ. കാലാശ്രയമെന്നായി അണയുന്നോർക്കനുകൂലൻ. ഇവിടുത്തെ പ്രതിപാദ്യമൂർത്തി ആരാ? ശിവനാണ്, അല്ലേ? ശിവന് 2 ഭാവങ്ങളുണ്ടെന്ന് നമുക്കറിയാം, അല്ലേ? പ്രസന്നമായൊരു ഭാവമുണ്ട്, അതോടൊപ്പം തന്നെ രൗദ്രഭാവവും ഉണ്ടെന്ന് നമുക്കറിയാം, അല്ലേ? അപ്പൊ ആ ശിവന്റെ 2 ഭാവത്തെയും ഗുരു ഇവിടെ നമുക്ക് കാട്ടിത്തന്നിരിക്കുന്നു. കാലാശ്രയമെന്നായി അണയുന്നോർക്ക് അനുകൂലൻ, എന്നാൽ ഫാലാക്ഷൻ അധർമ്മിഷ്ഠരിലേറ്റം പ്രതികൂലൻ. കാലാശ്രയം എന്ന് പറഞ്ഞാൽ എന്താ? ഈ കാലഗതിയുടെ നിയന്താവ് ഈശ്വരൻ മാത്രമാണെന്ന്, അഥവാ ആശ്രയം ഈ പറയുന്ന ഭഗവാൻ മാത്രമാണെന്ന തിരിച്ചറിവോട് കൂടി ഈ ലോകത്ത് ജീവിച്ച് ഈശ്വരനെ ഭജനം നടത്തി ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യന് എപ്പോഴും ഈശ്വരൻ അനുകൂലനായിരിക്കും. സൃഷ്ടിയും സ്രഷ്ടാവും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയും എല്ലാം ഈശ്വരനാണെന്ന തിരിച്ചറിവോടുകൂടി അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെയാണ്, ഒന്ന് മാത്രമാണ് ഞങ്ങൾക്ക് തമ്പുരാനെന്ന തിരിച്ചറിവോടുകൂടി അവിടുന്ന് കൽപ്പിക്കുന്നത് പോലെ മാത്രമേ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കൂ എന്ന തിരിച്ചറിവോടുകൂടി സർവവും ഈശ്വരനിൽ സമർപ്പിച്ചു ജീവിക്കുന്നവന് എപ്പോഴും ഭഗവാൻ അനുകൂലനായിരിക്കും. എന്നാൽ ഫാലാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാലം നെറ്റിത്തടം എന്നാണ്. ഫാലം എന്നുള്ള വാക്കിന് നെറ്റി എന്നാണ് അർത്ഥം. അക്ഷം കണ്ണ്, അല്ലേ? ശിവന് എത്ര കണ്ണുണ്ട്? 3 കണ്ണുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ശിവന് നമ്മൾ സംഹാരകാരകനായിട്ട് കൂടിയാണ് കാണുന്നത്. ഇതെപ്പോഴും ഒന്നും തുറക്കാറില്ല, അല്ലേ? 2 കണ്ണുകൾ എപ്പോഴും തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമെങ്കിൽ ഈ നെറ്റിത്തടത്തിലെ കണ്ണ് ഭഗവാൻ എപ്പോഴും തുറക്കാറില്ല. അത് ആവശ്യമുള്ള സമയത്ത് മാത്രമേ തുറക്കാറുള്ളൂ. ചില അവസരത്തിൽ അധർമ്മത്തെ നശിപ്പിക്കാൻ, കാമനെ നശിപ്പിക്കാനായിട്ട് അത് ഉപയോഗിച്ചുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ? അപ്പൊ ചില സമയത്ത് ഈ പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താനും ചില സമയത്ത് ഈ പ്രപഞ്ചത്തെ പ്രതികൂലമായി ബാധിക്കുന്ന എന്തിനെങ്കിലും നശിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ കണ്ണ് തുറക്കാറുള്ളത്. അതെപ്പോഴും തുറക്കുന്നത് എപ്പോഴായിരിക്കും? അധർമ്മിഷ്ഠര് വരുന്ന സമയത്ത് ആ അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഭഗവാൻ ആ കണ്ണുകൾ തുറപ്പിക്കും. അപ്പോൾ ഭഗവാന്റെ സൗമ്യവും രൗദ്രവുമായ 2 ഭാവങ്ങളെ നമുക്കിവിടെ കാണിച്ചു തരികയാണ്. കാലാശ്രയമെന്നായി അണയുന്നോർക്ക് അനുകൂലൻ, എന്നാൽ ഫാലാക്ഷൻ അധർമ്മിഷ്ഠരിലേറ്റം പ്രതികൂലൻ പാലിക്കണമെന്നെ പരിചോടിന്നു കുളത്തൂർ കോലത്തുകര കോവിലിൽ വാഴും പരമേശൻ. ആരാ പരമേശൻ? പരം എന്ന വാക്കിന് ഒരർത്ഥം മായയ്ക്കും മായാകാര്യങ്ങൾക്കും വിഷയമല്ലാതുള്ളവൻ എന്നാണ്. എന്താണ് മായ? നമ്മൾ ദൈവദശകത്തിൽ കേട്ടിട്ടുള്ളൊരു വാക്കാണ്, അല്ലേ? എല്ലാ ദിവസവും പാടാറില്ലേ? നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ എനിക്ക് സായുജ്യം നൽകുമാര്യനും. ഇങ്ങനെ എല്ലാ ദിവസവും പാടാറുണ്ട്. എന്താ ഈ പറയുന്നത്? ഈശ്വരൻ നടത്തുന്ന എന്തോ ഒരു ലീലയെക്കുറിച്ചാണ് പറയുന്നത്, അല്ലേ? അപ്പം ആ ലീലയെ ഋഷിവര്യന്മാർ വിളിച്ചിരിക്കുന്ന പേര് മായ എന്നാണ്. എന്താണ് ഈ മായ എന്ന് പറഞ്ഞാൽ?
ഒന്നിൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ മറച്ചു വെച്ച് അതിനെ മറ്റൊന്നാക്കി കാണിച്ചു തരിക എന്നതാണ് മായ എന്ന വാക്കിൻ്റെ നിർവചനം. അതായത് നമ്മൾ ഇരുട്ടുള്ള ഒരു വഴി കൂടി നടന്നു പോയി. ഇപ്പം നിങ്ങൾ തിരിച്ചെല്ലാവരും ഇരുട്ടത്തല്ലേ പോകുന്നത്. അപ്പോൾ ആ ഇരുട്ടുള്ള വഴി കൂടി നിങ്ങളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നെടുനീളത്തിലൊരു കയറ് നിങ്ങൾ ഒരു അരണ്ട വെളിച്ചത്തിൽ കുറച്ച് ദൂരെ മാറി നിന്ന് നിങ്ങൾ ആ കയറിനെ കാണുകയാണെന്ന് വിചാരിച്ചോളൂ. പെട്ടെന്ന് അത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുന്നത്? പാമ്പായിട്ടാണ് തോന്നുന്നത്. യഥാർത്ഥത്തിൽ അതെന്തായിരുന്നു? കയറായിരുന്നു. നമ്മളതിനെ കണ്ടത് എന്തായിട്ടാണ്? പാമ്പായിട്ടാണ്. ഈ പ്രക്രിയ വിളിക്കുന്ന പേരാണ് മായ. ഈ ലോകത്ത് നമ്മൾ കാണുന്നതൊന്നും യഥാർത്ഥമല്ല. അതിനെ ഈശ്വരൻ മറ്റെന്തൊക്കെയോ ശരീരങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഇതാണ് സത്യമെന്ന് നമ്മളെ തോന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ പ്രക്രിയ വിളിക്കുന്ന പേരാണ് മായ. ഈ മായയിൽ വലിയ വലിയ ആളുകൾ പോലും പെട്ടുപോകും. ഗുരു പറഞ്ഞിട്ടില്ലേ, മഹാദേവനും ബ്രഹ്മനും മുൻപരായോരഹോ മായയിൽ പെട്ടിരിക്കുന്നു ചിത്രം. അപ്പം ദേവാദികൾ പോലും ത്രിമൂർത്തികൾ പോലും ഈ മായയിൽ പെട്ടുപോകാറുണ്ട്. അപ്പം ഈ മായയ്ക്കും മായാകാര്യങ്ങൾക്കും വിഷയമല്ലാതുള്ളവൻ എന്ന് പറയുന്നത് ആരാ? ഇതിനെല്ലാം സൃഷ്ടിക്കുന്ന സൃഷ്ടിയും സ്രഷ്ടാവും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയും എല്ലാമായിട്ടുള്ള സാക്ഷാത് പരബ്രഹ്മം. അങ്ങനെയല്ലേ ഇതിനെ നമ്മൾ വിളിക്കുക? സാക്ഷാത് ഈശ്വരൻ അല്ലേ? അപ്പം ആ പരബ്രഹ്മത്തെയാണ് ഇവിടെ കോലതീരേശനായിട്ട് ഗുരു പ്രതിപാദിച്ചിരിക്കുന്നത്, ശിവനായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് വേണം ഈ പരമേശ്വരൻ എന്ന പ്രയോഗം കൊണ്ട് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതാണ് പരം എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്കൊന്നില്ലാത്തത് എന്നാണ് അർത്ഥം. ഈശ്വരന് അപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ? പരബ്രഹ്മത്തിന് അപ്പുറത്തേക്ക് വേറൊന്നുമില്ല അല്ലേ? അപ്പൊ ആ പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ സുരാരീദ്രു തക്ഷം എവിടെയാ പറയുന്നത്? വിനായകാഷ്ടകത്തിൽ പറയുന്നു അല്ലേ? സുരന്മാരുടെ ശത്രുക്കളായ അസുരന്മാരാകുന്ന മരങ്ങളെ മുറിച്ചു കളയുന്നവനാണ് ഭഗവാൻ. എപ്പോഴും അധർമ്മം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ അധർമ്മത്തെ ഭഗവാൻ ഇല്ലാതെയാക്കും. അധർമ്മിഷ്ഠരിൽ തീർച്ചയായിട്ടും ഭഗവാൻ അപ്രീതി ഉളവാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടുന്ന ശിക്ഷ ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്യും. അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണത്? എപ്പോഴും ഈശ്വരനെ ഓർത്ത് നാം ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ ഈശ്വരൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നും ഈശ്വരൻ്റെ കണ്ണുണ്ടാകും എന്ന ചിന്തയോടും കൂടി ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് മുന്നോട്ട് പോയാൽ എപ്പോഴും ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടാകും അല്ലേ? അപ്പം അങ്ങനെയുള്ള ഒരുവന് മാത്രമേ ഈശ്വരാരാധന നടത്തുവാനായിട്ട് യോഗ്യതയുള്ളൂ. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈശ്വരാരാധന നടത്തുവാൻ വേണ്ടുന്ന യോഗ്യത അതാണ്. അവൻ്റെ ധർമ്മം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്നാൽ ഉപദ്രവം ഒരുത്തനും ഒന്നുകൊണ്ടും എന്നാളുമേൽക്കരുത് ഞാൻ കരുതാതെ കണ്ടും നന്നായി വരട്ടെ മമ വൈരിജനങ്ങൾ പോലും എന്നാകണം മമ മനസ്സു ജഗത് സ്വരൂപ എന്ന പ്രാർത്ഥനയോടുകൂടി ജീവിക്കുക. ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ നമ്മുടെ കർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് നമ്മൾ ജീവിതം ജീവിച്ച് മുന്നോട്ട് പോയാൽ ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടാവും. അതാണ് ആ ശ്ലോകത്തിൻ്റെ താല്പര്യം. പിന്നെ ഈ ഈശ്വരൻ എങ്ങനെയാണ് കാലാശ്രയനായത് എന്നാണ് നമ്മളോട് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ഈ കാലഗതിയുടെ നിയന്താവ് ഈശ്വരനാണെന്നാണ് ആദ്യം പറഞ്ഞു വെച്ചത് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈശ്വരൻ കാലാശ്രയനായി മാറുന്നതെന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ഈ ലോകമശേഷം ക്ഷണമാത്രേണ സൃജിച്ചാരാലോകനമാത്രേണ ഭരിക്കുന്നനുവേലം ഈ ലീലകളാടുന്നവൻ ആണ്ടിടണമെന്നേ കോലത്തുകരക്കോവിലിൽ വാഴും പരമേശൻ. എന്താ പറയുന്നത്? ഈ ലോകം അശേഷം ക്ഷണമാത്രേണ സൃജിച്ച്. സാധാരണഗതിയിൽ ശിവനെ നമ്മൾ സംഹാരകാരകനായിട്ടാണ് കാണുന്നത്. ശിവന്റെ രൂപം തന്നെ സംഹാരകാരകന്റെ രൂപത്തിലുള്ളതാണ്. സൃഷ്ടിയുടെ കർത്താവ് സാക്ഷാത് ബ്രഹ്മാവാണ് അല്ലേ? സ്ഥിതികാരകനായിട്ടുള്ളത് വിഷ്ണുവാണ്. മഹേശ്വരന്റെ കർത്തവ്യമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് എന്താണ്? സംഹാരം. ഇങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഈ കോലത്തുകര ക്ഷേത്രത്തിൽ തൃപാദങ്ങൾ 3 ആല് വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പഴമക്കാർ പറയുന്നു ഇത് ത്രിമൂർത്തി സങ്കല്പത്തിലാണ് വച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും എല്ലാം ഒന്ന് തന്നെയാണെന്നും താൻ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ആൾ തന്നെയാണെന്നും ഒരുപക്ഷെ ഭഗവാൻ പറയാതെ പറയുകയാണ് ചെയ്യുന്നത്. ഇത് ഇല കൊഴിയുന്ന സമയമാകുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിലേതെങ്കിലും ഒരാളിലെങ്കിലും തളിർത്ത ഇലകൾ ഉണ്ടാവും.
ഒരു ഇലയിൽ തളർത്ത ഇല ഉണ്ടാവും, മറ്റുള്ളവയുടെയൊക്കെ ഇലകൾ കൊഴിഞ്ഞായിരിക്കും നിൽക്കുന്നത്. അത് അവിടുത്തെ ആ ഭഗവത് സാന്നിധ്യം കാട്ടിത്തരുന്ന ഒരു അത്ഭുത പ്രതിഭാസമായിട്ടാണ് കൊല്ലത്തുകരക്കാർ അതിനെ കണ്ടുപോരുന്നത്. അപ്പോൾ സൃഷ്ടി നടത്തുന്നതും സ്ഥിതി ചെയ്യുന്നതും ഈ സംഹാരമൂർത്തി തന്നെയായ ശിവൻ തന്നെയാണെന്ന് ഭഗവാൻ ഇവിടെ പറയാതെ പറഞ്ഞിരിക്കുന്നു. നമ്മൾ പറഞ്ഞുവല്ലോ, സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയായിട്ടാണ് ഇവിടെ ശിവനെ മഹാഗുരു അവതരിപ്പിച്ചിട്ടുള്ളത്.